മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഇന്ത്യയെയും 27 യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനെയും സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച വ്യാപാര ഉടമ്പടിയാണ്. ഇന്ത്യ US വ്യാപാര കരാർ അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിലാണ് ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ നിലവിൽ വരുന്നത് എന്നതാണ് ഈ ഉടമ്പടിയുടെ പ്രസക്തി. ഇന്ത്യക്ക് ഈ വ്യാപാര കരാർ കൊണ്ട് ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. സ്വതന്ത്ര വ്യാപാരം, ഫ്രീ ട്രേഡ്, സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന നയമാണ് എന്നതാണ് സാമ്പത്തിക ചരിത്ര അനുഭവം. അതുകൊണ്ടാണ് ട്രേഡ് ഈസ് ദ എൻജിൻ ഓഫ് ഗ്രോത്ത് എന്ന് സമ്പദ് ശാസ്ത്രത്തിൽ പറയുന്നത്. ട്രേഡ് എക്സ്പാൻഡ്സ് മാർക്കറ്റ്സ്, ട്രേഡ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഓരോ രാജ്യവും അവർക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉള്ള, അതായത് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുമ്പോൾ, വ്യാപാരം ചെയ്യുമ്പോൾ സ്പെഷ്യലൈസേഷന്റെ ഗുണങ്ങൾ ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഇന്ത്യക്ക് ലേബർ ഇൻറ്റൻസീവായ, തൊഴിലധിഷ്ഠിതമായ തുണിത്തരങ്ങൾ, ചെരുപ്പ്, മറ്റ് തുകൽ ഉൽപ്പന്നങ്ങൾ, ഷൂസ്, ബാഗ്സ്, ജെംസ് ആൻഡ് ജ്വല്ലറി, സംസ്കരിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാനാകും. അതുപോലെ തുണിത്തരങ്ങൾ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാനാകും. ഈ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി ലഭിക്കുമ്പോൾ ഈ വസ്തുക്കളുടെ ഉൽപ്പാദനം സ്കെയിലപ്പ് ചെയ്യാനാകും, അതായത് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനാകും. ഇതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലും കെമിക്കൽസ് മേഖലയിലും സേവനങ്ങളുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിലും ഇന്ത്യക്ക് മേന്മയുണ്ട്, കോസ്റ്റ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ മേഖലകളിൽ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച് കയറ്റുമതി ചെയ്യാനാകുന്നത് മികച്ച നേട്ടമായിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും കൂടുമ്പോൾ 200 കോടി ജനങ്ങളാണ്. ഗ്ലോബൽ GDPയുടെ ഏതാണ്ട് 25%. അന്തർദേശീയ വ്യാപാരത്തിന്റെ ഉദ്ദേശം 33%. ഈ വലിയ സാമ്പത്തിക ഗ്രൂപ്പിങ്ങിനാണ് സ്വതന്ത്ര വ്യാപാരത്തിലൂടെ കൂടുതൽ വളരാനും വികസിക്കാനും അവസരമൊരുങ്ങുന്നത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് യൂറോപ്യൻ യൂണിയൻ കയറ്റുമതി ചെയ്യുന്ന, അതായത് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളിൽ 96% വസ്തുക്കളുടെ തീരുവകൾ ഗണ്യമായി കുറച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന, യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ 99% ഉൽപ്പന്നങ്ങൾക്കും പ്രിഫറൻഷ്യൽ ട്രേഡ് ട്രീറ്റ്മെന്റ് ലഭിക്കും. അതായത് കുറഞ്ഞ തീരുവയോടെയോ തീരുവയില്ലാതെയോ കയറ്റുമതി ചെയ്യാനാകും. ഇപ്പോൾ 4% മുതൽ 21% വരെ നികുതിയുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, 0 തീരുവയിലേക്ക് നീങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇനി പറയുന്നവയാണ്: ജെംസ് ആൻഡ് ജ്വല്ലറി, ഫർണിച്ചർ, തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, പിന്നെ കെമിക്കൽസ്, നേരത്തെ പറഞ്ഞ ലെതർ ബാഗ്സ്, ഫുട്വെയർ എല്ലാം അടങ്ങുന്ന ഉൽപ്പന്നങ്ങൾ, സംസ്കരിച്ച മത്സ്യ ഉൽപ്പന്നങ്ങൾ. അതുപോലെ കുറഞ്ഞ തീരുവയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കൾ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കൾ, മദ്യം, വീഞ്ഞ്, ബിയർ, സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയാണ്. ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഉൽപ്പന്നം കാറുകളാണ്. യൂറോപ്യൻ കാറുകളുടെ മേൽ ഇപ്പോൾ ചുമത്തുന്ന തീരുവ 110% എന്ന ഉയർന്ന നിലയിൽ നിന്ന് ആദ്യം 40%-ആയും പിന്നീട് ഘട്ടം ഘട്ടമായി 10%-ലേക്കും കുറയ്ക്കും. ഇത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തെ, പ്രത്യേകിച്ച് കാർ ഉൽപാദന മേഖലയെ വിപരീതമായി ബാധിക്കില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം, കാർ ഇറക്കുമതി വിലപിടിപ്പുള്ള ആഡംബര കാറുകൾക്ക് മാത്രമേ ബാധകമാവൂ എന്നതാണ്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 70 ലക്ഷം രൂപയിലധികം വിലയുള്ള ആഡംബര കാറുകൾക്ക് മാത്രമേ ഈ ഇറക്കുമതി ചുങ്കക്കുറവ് ബാധകമാവൂ എന്നതാണ്. മാത്രമല്ല, ഈ കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു കോട്ട ഉണ്ടായിരിക്കും. അതായത് നിശ്ചിത എണ്ണം കാറുകൾ മാത്രമേ ഒരു വർഷത്തിൽ ഇറക്കുമതി ചെയ്യൂ. അതുകൊണ്ട് ഈ ഒരു നടപടി ഇന്ത്യൻ കാർ കമ്പനികളെ സാരമായി ബാധിക്കാൻ ഇടയില്ല. ഒരു പ്രധാന കാര്യം ഓർക്കേണ്ടത്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും, ഇതിന് നിയമസാധുത വരാൻ ഇനിയും സമയമെടുക്കും. യഥാർത്ഥത്തിൽ കരാർ നിലവിൽ വരുന്നത് 2027 ആദ്യം മുതലായിരിക്കും. ഓഹരി വിപണി ഇപ്പോൾ തന്നെ കരാറിനോട് പ്രതികരിച്ചിട്ടുണ്ട്. മത്സരം കാർ കമ്പനികളെ ബാധിക്കും എന്ന ഭയത്താൽ
ഓട്ടോ സ്റ്റോക്സിൽ കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കാർ മാനുഫാക്ചറിംഗ് ഓട്ടോ കമ്പനീസ്. ഇതൊരു താൽക്കാലിക റിയാക്ഷൻ ആകാനാണ് സാധ്യത. ടെക്സ്റ്റൈൽ ഓഹരികൾക്ക് കരാർ ഗുണകരമായിരിക്കും. അതുകൊണ്ട് ടെക്സ്റ്റൈൽ സ്റ്റോക്സിൽ ഉണർവുണ്ട്. ഇവയ്ക്ക് ഇനിയും മുന്നേറാൻ കഴിയും. ഇനി പൊതുവെ വിപണിയിലേക്ക് വരുമ്പോൾ FIIസിൻ്റെ തുടർച്ചയായ സെല്ലിംഗ് തുടരുകയാണ്. FIIs ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അഗ്രസീവ്ലി ഷോർട്ട് ആണ്. ഇപ്പോൾ ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യത വളരെ ശോഭനമാണ്. ഇത് വിപണിക്ക് ഒരു ഷോർട്ട് ടേം റാലിക്കുള്ള സാധ്യതയും ഉയർന്നു വരുന്നുണ്ട്. മാർക്കറ്റ് വീക്ക്നെസ്, പ്രത്യേകിച്ച് FIIസിൻ്റെ ഷോർട്ടിംഗ് കാരണം ഉണ്ടാകുന്ന മാർക്കറ്റ് വീക്ക്നെസ് ഒരു അവസരമായി ഉപയോഗിച്ച് ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് ഘട്ടം ഘട്ടമായി അക്യുമുലേറ്റ് ചെയ്യുക എന്ന തന്ത്രമാണ് നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്.